ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ്. രാജ്യം NDA സർക്കാരിൻ്റെ ഭരണത്തിൽ അസാധാരണ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഏകാധിപത്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് നാളുകളായി. തനിക്കെതിരെ ഒരു പോസ്റ്റർ പോലും അസഹിഷ്ണുതയോടെ കാണുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യൻ ജനത ആശങ്കയുടെ മുൾമുനയിലാണ്. മദർ ഓഫ് ഡെമോക്രാസി എന്ന പരസ്യവാചകം എഴുതി അതിനു ചുവട്ടിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മോദിയുടെ അതേ മുഖത്ത് നോക്കിയാണ് രാജ്യം പറയുന്നത്, മോദിയെ പുറത്താക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന്. വിജയ് ചൗക്കിൽ സമാധാനപരമായി പ്രതിഷേധിച്ച MP-മാരെ അറസ്റ്റ് ചെയ്ത വാഹനങ്ങൾ മദർ ഓഫ് ഡെമോക്രാസി എന്ന പരസ്യവാചകം എഴുതിയ പോസ്റ്ററിന് മുന്നിലൂടെയാണ് കടന്നുപോയത്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രിയങ്ക ഗാന്ധി എന്ന ജനാധിപത്യ സംരക്ഷകരുടെ കടന്നുവരവ് മോദിയെ എരിവിരി കൊള്ളിക്കുന്നത്. NDA സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന ഗതികെട്ട ഇക്കാലത്ത് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധതയോടെ രാഹുൽ ഗാന്ധിയിൽ രാജ്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് അതിന്റെ ഗൗരവത്തോടെ തന്നെ പൂർണ്ണമായി നിറവേറ്റുന്നതിൽ തെല്ലും ധൈര്യം ചോരാതെയുള്ള പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ ഗർജനം മോദിയെ തെല്ലൊന്നുമല്ല വിറങ്ങലിപ്പിച്ചത്. മോദി അദാനി ബന്ധങ്ങളും ചൂണ്ടിക്കാട്ടി തൊടുത്തുവിട്ട ചോദ്യങ്ങളിൽ പക്ഷേ മോദി തന്റെ ഭരണപരമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടന്നാക്രമിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ ഏജൻസികളെ വെച്ചുകൊണ്ട് പകവീട്ടുന്ന നയമാണ് മോദി സ്വീകരിച്ചത്. അതാണ് ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്രയ്ക്ക് മേലുള്ള ഗുരുഗ്രാം ഭൂമി കേസും കെട്ടിച്ചമച്ച് കൊണ്ടുവരുന്നത്. ഈ 10 വർഷക്കാലം ED MP-മാർക്കും MLA-മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ രജിസ്റ്റർ ചെയ്തു കൊണ്ടുവന്ന 193 കേസുകളാണ്. ഇതിൽ EDക്ക് തെളിയിക്കാൻ ആയത് വെറും 2 എണ്ണം മാത്രമാണ്. ഒന്നാം NDA സർക്കാർ കാലത്ത് ED 42 കേസുകൾ എടുത്തു. രണ്ടാം NDA കാലത്ത് 151 കേസും എടുത്തു. എന്നാൽ കേസ് എടുക്കുന്നതിലുള്ള സാമർഥ്യമൊന്നും കേസ് തെളിയിക്കുന്നതിൽ ED കാണിക്കുന്നുമില്ല. ഇതിലൂടെ വ്യക്തമാകുന്നത് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തങ്ങളുടെ പ്രതിയോഗികളെ സുഗമമായി അനുവദിക്കില്ല എന്ന മോദിയുടെ ലക്ഷ്യമാണ്. തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ മോദി സർക്കാർ ED അന്വേഷണം ഏർപ്പെടുത്തുമ്പോൾ സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കുന്ന ചലനം BJP-യുടെയും മോദിയുടെയും കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമോ എന്ന ഭയവും ബീഹാർ, ആസാം, കേരളം, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏൽക്കാൻ പോകുന്ന പരാജയ ഭീതിയും നിമിത്തമാണെന്ന് മോദി മനസ്സിലാക്കുകയാണ്. ഇതാണ് മോദി കാട്ടിക്കൂട്ടുന്ന ഈ കാടത്തം എന്നാണ് ഒറ്റ വാക്കിൽ പ്രതിപക്ഷം പറയുന്നത്. ബീഹാറിൽ കോൺഗ്രസ് RJD കൂട്ടുകെട്ട്, കേരളത്തിൽ ശക്തമായ ഘടകകക്ഷികളുടെ ഒത്തൊരുമയും രാജ്യത്തെമ്പാടും NDA സർക്കാരിനെതിരെ കോൺഗ്രസ് ഒരുക്കുന്ന തകൃതിയായ യുദ്ധസന്നാഹങ്ങളും മോദിക്ക് തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ BJP-ക്കും NDA-ക്കും ഏൽക്കാൻ പോകുന്ന വൻ തിരിച്ചടി മുന്നിൽ കണ്ട് ഏത് വിധേനയും കോൺഗ്രസിനെ തകർത്താൽ മാത്രമേ നിലനിൽപ്പുണ്ടാവൂ എന്നും മനസ്സിലാക്കിയുള്ള നീക്കമാണിത്. നാളെ വീശിയടിക്കുന്ന കൊടുങ്കാറ്റിൽ തങ്ങളുടെ കോട്ടക്കൊത്തളങ്ങൾ നിലംപതിക്കാതെ കാത്തു സൂക്ഷിക്കാൻ അമ്പേ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ രാജ്യത്തിനെ ഒറ്റുകൊടുത്തിട്ടാണെങ്കിലും തങ്ങളുടെ കസേര ഉറപ്പിക്കാൻ പാടുപെടുകയാണ് മോദിയും കൂട്ടുകക്ഷികളും. തന്റെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ശബ്ദങ്ങളെയൊക്കെ നിലംപരിശാക്കാൻ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളെ കൊലക്ക് കൊടുത്തിട്ടാണെങ്കിലും തങ്ങളത് നടപ്പിലാക്കുമെന്നാണ് മോദി ഇപ്പോൾ രാജ്യഭരണ തലപ്പത്തിരുന്ന് പ്രഖ്യാപിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന പേരിന് പോലും ഇത് കളങ്കമാണ്.